കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗം നടുക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലാണ് കനിവ് ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന 250 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാട്. സാധാരണക്കാർക്ക് ജീവൻ രക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ഒരു പദ്ധതിയെ പോലും അഴിമതി നിറഞ്ഞ ഇടപാടുകളുടെ അരങ്ങാക്കിയെന്നും ആരോപണം പൊതുജനങ്ങളിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ രക്തപ്പണമായ നികുതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ ഇടപാടുകാരുടെ കൈകളിലെത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ശക്തമായ ആക്രമണം ആരംഭിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞത് സർക്കാർ ഇതുവരെ പ്രതികരിക്കാത്തത് തന്നെ കുറ്റസമ്മതമായി കാണേണ്ടി വരുമെന്നാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട മേഖലയെ പോലും കമ്മീഷൻ ഇടപാടുകളുടെ ഇരയാക്കി മാറ്റിയ സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കനിവ് ആംബുലൻസ് പദ്ധതി കേരളത്തിലെ അടിയന്തര ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായാണ് ആരംഭിച്ചത്. അപകടങ്ങളിൽ പെട്ടവരെയും ഹൃദയാഘാതം പോലുള്ള ജീവൻ രക്ഷയ്ക്കായി ഓരോ മിനിറ്റും വിലപ്പെട്ട സാഹചര്യത്തിൽ ഇരിക്കുന്നവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിവുള്ള സംവിധാനമായിരുന്നു ഇത്. എന്നാൽ തന്നെ ഇത്രയും ആവശ്യമായ പദ്ധതിയിലും കോടികൾ വില വരുന്ന കമ്മീഷൻ ഇടപാടുകൾ നടന്നുവെന്ന ആരോപണം സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയോട് ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം തന്നെ തകർത്തു കളഞ്ഞു. 1.5 വർഷം കൂടി കരാർ അനധികൃതമായി നീട്ടിക്കൊടുത്തത് മാത്രമല്ല, ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിയെ തന്നെ പുതിയതായി നടന്ന ടെൻഡറിൽ കടത്തിവിട്ടതും ഇതിലെ അഴിമതി സംവിധാനത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്.